Guys, hello guys, it's me Mufasa Gaming bro. എല്ലാവർക്കും ഒരു ഹായ്. നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഒരാൾ പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞ് ബ്രോ ഈ ആപ്പ് ഉപയോഗിക്കുക, ആപ്പ് അത്യാവശ്യം നല്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്പാണ്. ഞാനത് ഉപയോഗിച്ച് ഗൈസ്, സെറ്റ് ആപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു ആപ്പ് തേടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേ ഈ ബ്രോ പറഞ്ഞത് ഈ ആപ്പിനെ പറ്റി. അപ്പം ഞാൻ കയറി സെർച്ച് ചെയ്ത് സെറ്റ് ആപ്പാണ്. എൻ്റെ പിന്നെ ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ ആപ്പൊക്കെ ഉണ്ടോ, സീൻ ആപ്പായിരുന്നു. പക്ഷേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്, അതെനിക്ക് ചെറിയൊരു സീനുണ്ടായിരുന്നു. മറ്റേ സോങ്സൊക്കെ നമ്മൾ കോപ്പി ചെയ്യുന്നില്ല, അപ്പം എന്നെ കോപ്പി റൈറ്റ് എങ്ങാണ്ട് കിട്ടി എനിക്ക് ഗൈസ്, കോപ്പി റൈറ്റ് കിട്ടി. അപ്പോൾ എനിക്കത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കോപ്പി റൈറ്റ് കിട്ടി. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതിന് വല്ല ഇതുണ്ടെങ്കിൽ ഒന്ന് ഗൈസ് ഒന്ന് പറയണം കേട്ടോ, ഒന്ന് പറയണേ പ്ലീസ് ഗൈസ്. അത് എന്നാ ഞാൻ ഷോർട്ട്സ് ഇടാമെന്ന് വിചാരിച്ചത്, അത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഗൈസ്. നമ്മളൊരു സീരീസ് നമ്മുടെ അക്സ ഗെയിമിങ്ങിന് അറിയാവോ? അക്സ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. അപ്പോൾ യൂട്യൂബറിൻ്റെ നമ്മുടെ ഒരു കസ്റ്റം ഇട്ടായിരുന്നു, ലൈവിലൊരു കസ്റ്റം ഇട്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമാണ് ഇത് ഗൈസ്. ആ കസ്റ്റമിൽ ഞാൻ ഹെഡ് ഷോട്ടൊക്കെ അടിക്കുന്നൊരു സീൻ കേട്ടോ ഗൈസ്. ഇതൊക്കെയായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ MP40 എടുത്താൽ പിന്നെ ഇച്ചിരി കുത്തിപ്പിടി ഇച്ചിരി കൂടുതലാണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ പറഞ്ഞിട്ട് വരവില്ല ഗൈസ്. ഇതാണ് ആ ഗെയിം പ്ലേ. നമ്മൾ MP40 ഇട്ട് കുത്തിപ്പിടിച്ച് കുറേ ആൾക്കാർ എനിക്കിപ്പം ഒരു 8 കില്ല് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കളി തോറ്റ് കേട്ടോ. അപ്പോഴത്തെ ടീം അത്യാവശ്യം കുറവായിരുന്നു. അപ്പോൾ കളി തോറ്റ്. എന്നാലും നമ്മൾ കളിച്ച് അത്യാവശ്യം നല്ല കളിച്ച് നമ്മൾ കളി തോക്കാതിരിക്കാൻ നല്ല എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ നോക്കി. പക്ഷെ പറ്റിയില്ല, നമ്മൾ കളി തോറ്റ്. കുഴപ്പമില്ല, ഞാനും നമ്മുടെ ടീംമേറ്റും എല്ലാം നല്ലപോലെ പരിശ്രമിച്ച് വിജയം നേടാൻ പറ്റിയില്ല ഗൈസ്. നമ്മുടെ അക്സയൊക്കെ ഭയങ്കരമായിട്ട് കളിയായിരുന്നു. ആദ്യം അക്സ ഫുള്ള് മേറ്റിയും ഉൾപ്പക്കറും ഒക്കെ എടുത്ത് കുത്തിപ്പിടിയും പോട്ടെ അതിനെ വേണ്ടപ്പൊക്കെ അടിക്കാൻ നോക്കുമായിരുന്നു. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ MP40 ഇട്ട് കളിച്ച് ആദ്യത്തെ റൗണ്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ പിന്നെ വുഡ്പക്കറും MP40 ഡെസേർട്ടുകൾ ഇത്ര എടുത്തുള്ളൂ, M80 എടുത്തേ ഇല്ല. പിന്നെ അക്സ 3 റൗണ്ട് പോയപ്പം അക്സയും പിന്നെ MP40 കുത്തിപ്പിടിയൊക്കെ തുടങ്ങി. പിന്നെ ഇച്ചിരി കൂടെ കയറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ ടീം അത്യാവശ്യം നല്ല കുത്തിപ്പിടിയായിരുന്നു. അപ്പുറത്തെ ടീമിൽ ഏതോ ഒരുത്തൻ UMP ഇട്ട് കുത്തിപ്പിടിച്ച്, അത് കണ്ടിട്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ആദ്യത്തെ കളി MP40 എടുത്തിട്ട് മറ്റേ കളി നമുക്ക് വേറെ ഏതെങ്കിലും കണ്ണെടുക്കാമെന്ന്. അപ്പം ഇവൻ UMPയും കൂടെ കുത്തിപ്പിടിച്ച് കണ്ടപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ വിചാരിച്ച് കുത്തിപ്പിടിക്കാമെന്ന്. അങ്ങനെ കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുത്തിപ്പിടിയായിരുന്നത്. ഓക്കെ, CS ഓപ്പണായോ? അങ്ങനെ CSP ഓപ്പണായി. നമുക്ക് CSP ഒന്ന് കളിക്കാം. പിന്നെ ഞാനിപ്പോൾ ഫോണിലാണ് കേട്ടോ കളിക്കുന്നത്. ഞാൻ ഫ്രീ ഫയർ ഒക്കെ നിർത്തിയാലോ എന്നൊരു ആലോചന ഉണ്ട് ഗൈസ്. ഒന്നുമില്ല, ഞാൻ റൂമിൽ ഇരുന്നാണ് കേട്ടോ കളിക്കുന്നത്. ഇപ്പം പെട്ടെന്ന് അപ്പച്ചൻ കയറി വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി. ഞങ്ങളത് കാര്യമാക്കില്ല, ഞാൻ മറന്നുപോയി എന്നാ പറഞ്ഞത്. നമുക്ക് CSP കാണരുത്. നമ്മുടെ ടീമേറ്റ് എൻ്റെ പൊന്നിമ്മാതിരി രൂപത്തിലുണ്ട്. എൻ്റെ ദൈവമേ ചത്ത്. അവിടെ 2 പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കിയേനെ. അപ്പോൾ ആദ്യത്തെ കളി തന്നെ മൂഞ്ചിയിരിക്കുന്നു ഗൈസ്. മൂഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ മൂഞ്ചൽ, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കളി കളിക്കും. നമ്മളിപ്പോൾ സെറ്റാക്കി തരും. പിന്നെ വീഡിയോ ആണെന്നല്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇപ്പം 600 സബ്ബാണ്. ഒരു റെഡിങ് കൂടെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ റെഡിങ് കോഡ് കിട്ടുമായിരിക്കും. ഒരു ഇതുമില്ല, പ്യുവറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഞാനായിട്ടൊന്നും നിർബന്ധിപ്പിക്കുന്നില്ല. ഞാൻ എത്രയാണ് 500 സംതിങ് സബ്ബായപ്പം ഒരു റെഡിങ് കോഡ് നമ്മുടെ ചാനൽ ആദ്യത്തെ നമ്മുടെ റെഡിങ് കോഡാണ്. ആ ചാനൽ നമ്മൾ കൊടുത്തപ്പം ഒരു ബ്രോയ്ക്ക് കിട്ടിയായിരുന്നു. ആ ബ്രോയിൻ്റെ പേര് ആകാശ് എന്നെങ്ങാട്ടോ ആയിരുന്നു. ഇപ്പോൾ ബ്രോ അയ്യോ ഇതിനടാ ഇതില്ലായിരുന്നു കേട്ടോ, നെറ്റില്ലാത്തതിൻ്റെ ആയിരുന്നു. നെറ്റ് സ്ലോ ആയിരുന്നു ഗൈസ് അതിൻ്റെ. ആ ബ്രോയ്ക്ക് നമുക്ക് റെഡിങ് കോഡ് കിട്ടിയായിരുന്നു. ബ്രോ വന്നിട്ട് ഫ്രീ ഫയർ കയറി വന്നിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞ് പിന്നെ താങ്ക് യു ബ്രോ, ടോപ്പപ്പ് ചെയ്യാത്തൊരു അക്കൗണ്ടായിരുന്നു, പുതിയ അക്കൗണ്ടായിരുന്നു, താങ്ക് യു അങ്ങനെ കുറേ പറഞ്ഞു ഗൈസ്. അവൻ്റെ ഫ്രീ ഫയർ പേര് വേറെന്തോ പേരാ ഗൈസ്. അവൻ്റെ ഫ്രീ ഫയർ പേര് എന്തോ ഒരു പേരായിരുന്നു, W കൊണ്ട് വുൾഫ് അങ്ങനെ കണ്ടായിരുന്നു. വുൾഫ് എന്നായിരുന്നു.
എന്തോ ഒരു ഡബ്ല്യൂ കൊണ്ടാണെന്ന് എനിക്കത് ഓർമ്മയില്ല. അത് കുറേ നാളായി. അപ്പോൾ ഞാൻ ചത്ത്. അപ്പം അയ്യോ, അപ്പുറത്തെ ടീമിന് 1 പോയിന്റ്, നമുക്ക് 1 പോയിന്റ്. ഞാൻ പറഞ്ഞില്ലേ കളി എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് എടുത്തിരിക്കും. ഞാനെടുത്തത് എൻ്റെ ടീമേറ്റാണ്, അത് കുഴപ്പമില്ല. കളി എടുത്തല്ല, അത് മതി. തന്നെത്താനേ മാറി മുഖങ്ങളെ നമ്മൾ പാട്ടുകാരാണ്. ബസ് ഞാൻ ശരിക്കും സംസാരിക്കുന്ന പോലെയല്ല, ഇന്നത്തെ കേൾക്കുമ്പോൾ ഒരുമാതിരി എന്തോ പോലെയാ. എന്നെ പറയാനാണ് പറ, ഈ കഴിവ് ഓടിപ്പോയി. അവിടെ ഓടിപ്പോന്നേ. നമുക്ക് റഷ് ചെയ്ത് നോക്കിയാലോ? ഉറപ്പാണ് മൂഞ്ചാൻ സാധ്യതയുണ്ട്. മൂഞ്ചാനല്ല, വേറെ പണിയില്ലല്ലോ നമുക്ക്. ചത്ത എല്ലാത്തിനെയും കൂടെ കൊന്നു. പിരാഫുൾ ബ്രോ, പാരഫുൾ ഗൈസ്. ഇത് പാരഫുൾ എന്നാണോ പിരാഫുൾ എന്നാണോ പറയുന്നത് ഗൈസ്? ചില ആൾക്കാർ പിരാഫുൾ എന്ന് പറയും, ചില ആൾക്കാർ പാരഫുൾ എന്ന് പറയും. ഞാൻ പാരഫുൾ എന്നാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ചിലപ്പോഴൊക്കെ അറിയാതെ പിരാഫുൾ എന്ന് വരും. ഇനി മറ്റൊരു മീനില്ലേ, പിരാന്തോ പിരായോ പീരയോ അങ്ങനെ കണ്ടോ പറയുന്നൊരു മീനില്ലേ, ആ മീനിൻ്റെ പേരാണോ? ഇനി ഞാൻ പറയുന്നൊരു പാരഫുൾ എന്നാണ് പറയുന്നത്. പാരഫുൾ. പക്ഷേ എല്ലാവരും പിരാഫോളോ അങ്ങനെ കണ്ടോ? ഗസ് ഏതാ ശരിയായത്? ഏതാ? എന്ന് പറഞ്ഞാൽ പിരാഫുൾ, മറ്റേത് പാരഫുൾ. എ പാരഫുൾ അല്ല, എ പിരാഫുൾ, ബി പാരഫുൾ. ഏതാ ശരിയെന്ന് പറ. ഡൗട്ടാണ് ഗസ്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാനല്ലേ നമ്മുടെ സബ്സ്ക്രൈബർ വിളിക്കുന്നത്, അല്ലേ ഗസ്? പറ അല്ലേ? ഓടിപ്പോന്നേ. മറ കുണ്ണേ. അയ്യോ, മറ കുണ്ണേ. അടിയടാ മൊത്തം, ഞാൻ അടിച്ചോട്ടെ നിന്നൊക്കെ. പോകാമോ ഈ ബെസ്റ്റ് ഫ്രണ്ടേ? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ തെറിവിക്കാറില്ല. നമ്മൾ ക്ലാമ്പരതരം വിഷ്ണു അതൊക്കെയാണ് നമ്മൾ ഭക്തി. രാമ 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 ഭാഗ്യമ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും 600 സബാക്കി തരുക. അറിയാലോ, നമ്മൾ ഇച്ചിരി പാവപ്പെട്ട ആൾക്കാർ, നമ്മൾ പാവപ്പെട്ട കുടുംബത്തു നിന്നുണ്ടായി വന്ന ഒരു ജന്മമാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന കഷ്ടമുണ്ട്. വിഷമമുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട്. വയ്യായിരുന്നു, പനിയായിരുന്നു, ഭയങ്കര പനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പനി ഉണ്ടായിരുന്നു. പനി എന്നൊക്കെ പറഞ്ഞാൽ പനി. എടാ ബാക്കിൽ നിന്നൊന്നും അടിക്കാതെ പൊന്നു മോനെ, നിനക്കൊന്നാണോ? നീ ഫ്രണ്ടിൽ നിന്ന് ഒന്നടി, എന്നാലും ഞാൻ പറയത്തുള്ളൂ നീ ഒരാണാണോ പെണ്ണാണോ എന്ന്. അതെനിക്ക് നോക്കി പറയാൻ പറ്റൂല്ല. അപ്പം നമ്മളെന്നാ ഒരു CSPക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളി ആരാണോ ജയിക്കുന്നത്, ഇപ്പം നമ്മളുടെ ടീമാണോ മറ്റേ ടീമാണോ എന്നൊന്നുമില്ല. അപ്പോൾ ആര് ജയിച്ചാലും ലാസ്റ്റാണ് ഗസ് ആൾക്കാരുടെ പേരൊക്കെ കാണിക്കുന്നത്, നമ്മുടെ ടീംമേറ്റിൻ്റെയും അപ്പുറത്തെ ടീംമേറ്റിന്. ഇപ്പം നമ്മുടെ ടീംമേറ്റിൻ്റെ ഒക്കെ പേര് നോക്കുകയാണെങ്കിൽ പീക്ക് മേറ്റ് 1 എൻ്റെ പേര് മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ പീക്ക് മേറ്റ് 1, പീക്ക് മേറ്റ് 3, പീക്ക് മേറ്റ് 4 അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പം എതിർ ടീമാണ് പീക്ക് റാങ്കോ അങ്ങനെ എന്ത് ഗസ്. നമ്മൾ ബോയ അടിച്ചു ഗസ്, ബുയ്യ ബ്രോ ഗൈസ്. ഈവനാണ് കേട്ടോ ബുയ്യ അടുപ്പിച്ച് 7 കിലോ. അതിൽ നമ്മളെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. 27 ഗൈസ്. എനിക്ക് കില്ലില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം ഡാമൊക്കെ ഉണ്ടായിരുന്നു. ഫയർ ബ്രോ, ബിഗ് ഫാൻ ബ്രോ. പിന്നെ നമ്മുടെ ഫയറിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഫയറിൻ്റെ ഫയറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫയർ XAWM എന്നാണ്. ഇല്ല, അപ്പം ഇതാണ് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഇവൻ്റെ ചാനലിൻ്റെ പേര് ഫയർ XAWM എന്നാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ്, എൻ്റെ സ്കൂൾ മേറ്റാണ്. അപ്പോൾ ഇവൻ്റെ ചാനലും ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഒരു സുഖത്തിന് വെച്ചോ.
പിന്നെ അത് മാത്രമല്ല ഇത് വേറൊരാളാണ്. അപ്പം ഇവൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പേര് മുഫാസ ഗെയിമിംഗ്. അപ്പോൾ എല്ലാവരും കയറിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. 600 സബ്ബാണ് നമ്മുടെ മുഫാസ ഗെയിമിങ്ങിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് അടുപ്പിച്ച് കൊടുക്കും. പാവം പിള്ളേരല്ലേ, പാവമല്ലേ, ഇത്രേ ഉള്ളൂ, പാവം. ഗസ് നമ്മളൊക്കെ പോയാലോ? ടാറ്റ, പോട്ടെ, ടാറ്റ, പോവാ, ടാറ്റ, പോട്ടെ, ബൈ. ഹി പറ്റിച്ചേ. നമുക്ക് ലോങ് വുൾഫും കൂടെ കളിക്കാം. ഞാൻ ഫ്രീ ഫയർ മിക്കവാറും നിർത്തും ഗൈസ്. ബിക്കോസ് ഫ്രീ ഫയർ കളിച്ച അത്യാവശ്യം നല്ലോണം ഞാൻ മടുത്തി. ഞാനീ മറ്റേ ഫുട്ബോൾ ഗെയിമില്ലേ, ഈ സ്പോർട്സ് ഈ ഫുട്ബോൾ അത് കളിക്കും. ഒന്നുമില്ല, നമ്മൾ ചെറുതായിട്ട് ഞാൻ റൂമിലാണല്ലോ ഇരുന്നത്. ഇപ്പം റൂമിൽ ആർക്ക് വേണേൽ കയറാമല്ലോ. അപ്പം ആൾക്കാർ കയറുമ്പോൾ ഞാൻ പോസാക്കുന്നത്. അയ്യോ, അടിച്ച് എൻ്റെ പൊന്നാളി, ഇങ്ങനെ ഒന്ന് അടിക്കാൻ എൻ്റെ പൊന്നാളി. ജസ്റ്റ് ഫിഷ്. മുത്ത ഞാൻ അവനെ അടിച്ചതല്ലേ? അല്ലേടി, നീ പറ അല്ലേ? ഞാൻ എന്തുവാ, നമ്മുടെ പൂച്ച കൊണ്ട് നമ്മുടെ പൂച്ച കുഞ്ഞുണ്ട് കേസ് നമ്മുടെ കയ്യിൽ. നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, നമ്മുടെ പൂച്ചക്കുഞ്ഞാണ്. അപ്പം അതിനോട് ഞാൻ ചോദിച്ച പേര് വെള്ളക്കുണ്ടി എന്നാണ് കേട്ടോ. ഇത് ഫാമിലിയോടാണ് ജനിച്ച് വന്നേക്കുന്നത്. അമ്മക്കുണ്ടിയുണ്ട്, വെള്ളക്കുണ്ടിയുണ്ട്, പിന്നെ വലിയ കുണ്ടിയുണ്ട്, ചെറിയ കുണ്ടിയുണ്ട് കേസ്. ഫാമിലിയോടെ ജനിച്ചു വന്നേ. നമ്മളെന്നെ അങ്ങനെ പേരിട്ടെന്നറിയാം. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ ലൈവായിട്ട് അത് കണ്ടത്. ഈ പിള്ളേർ അമ്മക്കുണ്ടിയുടെ ദേഹത്തുനിന്ന് മീൻസ് അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി വരുന്നത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കാണുമായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു ജന്മമായിട്ട് വന്നേക്കുമല്ലോ നമ്മുടെ ലോകത്തോട്ട്. അപ്പോൾ നമ്മൾ പേരിട്ട് സ്വീകരിച്ചതാണ്. വലിയ കുണ്ടി, ചെറിയ കുണ്ടി, വെള്ളക്കുണ്ടിക്ക് വെള്ള കളറായതുകൊണ്ട് നമ്മൾ വെള്ളക്കുണ്ടി നിന്നിട്ട്, ബാക്കി ഒരെണ്ണം ഇച്ചിരി തടിയുള്ളതുകൊണ്ട് തടിക്കുണ്ടിന്ന് ഇടാൻ പറ്റത്തില്ല, മോശമല്ലയോ. നമ്മളിപ്പോൾ വലിയ കുണ്ടി നിന്നിട്ട്, മറ്റേത് ഭയങ്കര ചെറുതായതുകൊണ്ട് ചെറിയ കുണ്ടി ചെറിയ കുണ്ടിന്ന് വിട്ട്. വെറുതെ അതിനകത്തിനാ കുണ്ടികളെ മാറ്റിക്കുന്നത്. വേറൊരു പൂച്ചയുണ്ട് ഗൈസ്. ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ബഹളമാണ് ഗൈസ്. വീട്ടിൽ മിക്കവാറും എന്നെയും എല്ലാവരെയും തള്ളിയിട്ടിട്ട് പൂച്ചകൾ വന്ന് താമസിക്കുമെന്ന്. ഞാനിപ്പോൾ പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. റൂമിൻ്റെ അകത്ത് എൻ്റെ അമ്മൂമ്മ കയറിയതാണ്. ഞാൻ പുറത്തിരിക്കുന്നതുകൊണ്ട് പുറത്ത് ഒരു പൂച്ചയുണ്ട് ഗൈസ്. പേര് പ്ലാസ്മ. ഞാൻ അല്ല ഈ പേരൊന്നും ഇടുന്ന, എൻ്റെ ചേച്ചി ഗൈസ് പേരിടുന്നത്. അപ്പം ഇമാതിരി നമ്മുടെ കോഞ്ചി മറ്റേ ചൈനീസോ കൊഞ്ചിയോ അങ്ങനെ കണ്ട പറയുന്ന ആരുടെയൊക്കെ പേരാണെന്ന് തോന്നുന്നത്. ഒരു പ്ലാസ്മയെന്ന് കണ്ട പേര്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല, സഹിച്ച് പോകാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ കുഞ്ഞും ഇവിടെ ഉണ്ട് കേസ്. അതാണ് കേസ്. ഒന്നുമില്ല കേട്ടോ. നമ്മുടെ പിള്ളേർ വന്നതല്ല, എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് എടാ നമ്മൾ പുറത്ത് തോർത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു, മഴ പെയ്യുമ്പോൾ. അപ്പോൾ അത് പോയി നിർത്തേച്ചും വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് പോസാക്കിയതാണ്. നമ്മളെവിടെ നിർത്തിയ പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിന് ഒരു കുഞ്ഞുണ്ടായി. ഉണ്ടായിട്ട് ഒരു 3 മാസമായി, 3-4 സംതിങ് ആയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ 3-4 ആയപ്പം ഇത് കൊണ്ടുവന്നത് ഈ പൂച്ചക്കുഞ്ഞ് ഇത്ര നാളും വേറൊരു വീടിൻ്റെ മണ്ടയിലായിരുന്നു ജനിച്ച് വളർന്നത്. അപ്പം അവിടെ നിന്ന് ജനിച്ച് ഞങ്ങളൊന്നും കണ്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളൊക്കെ കാണുമ്പോൾ അതിന് പേടിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പം ഈ പൂച്ച വലിയതായിട്ട് അത്യാവശ്യം 2 വയസ്സായപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിയതായി, ഓടിച്ചാടി കളിക്കാൻ അത്യാവശ്യം നല്ലപോലെ ഓടാനും പറ്റുമൊക്കെ. ആ പ്രായത്തിൽ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങളെ കണ്ടപ്പോഴൊക്കെ ആദ്യമേ അങ്ങ് ഓടുമായിരുന്നു. എൻ്റെ പോലെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ ഓട്ടോ എന്നറിയുമോ. ഞാൻ പുറത്ത് നോക്കുമ്പോൾ തന്നെ ഇതെപ്പോഴും ഞങ്ങളുടെ തൊട്ട് മുമ്പിലൊരു വീടുണ്ട്. ആ വീടിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. മേളിൽ അവിടെ നിൽക്കുമായിരുന്നു ഇവളുടെ കുഞ്ഞിനെ അവിടെ നിർത്തുമായിരുന്നു. അതിനെ ആ വീട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര ശല്യം. ബിക്കോസ് എന്നെ യാത്ര കിടക്കാൻ നിർത്തി പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും, യാവെന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് ഭയങ്കര ശല്യമായിരുന്നു. അപ്പോൾ ഈയിടെ ഒരു കോമഡി നടന്നു. ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഒരു അമ്മൂമ്മയുടെ റൂമിൻ്റെ മണ്ടയിലാണ്. അങ്ങനെ ഓടിൻ്റെ ഇടയ്ക്കൂടെ ഒരു തലയും വാലും ഒക്കെ കാണാറുണ്ട് ഇവരെപ്പോഴും.
ഇവരെന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴകിയ വീടാണ്. അത്യാവശ്യം കുറേ വർഷം പഴക്കമുള്ള ഒരു വീടാണ്. എന്നാലും അത്യാവശ്യം നല്ല വീടാണ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണ്. വലിയ വീടെന്നൊക്കെ പറഞ്ഞാൽ വലിയ വീടുണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല ഗൈസ്. വലിയ വീടുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെവിടെ നിർത്തിയാൽ ഓടേൻ്റെ അവിടെ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ കൂടെ ഇവള് ഈ പൊട്ടി കുഞ്ഞ് അവളെ തലയും കാലും വാലും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം യാത്രയിൽ അവൻ പറഞ്ഞു അവന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാ വീട്ടിലാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എടാ നിൻ്റെ പൂച്ച കാരണം എൻ്റെ ശല്യം എന്നറിയാമോ? ഞാൻ പറഞ്ഞു എന്നാ പറ്റിയെന്ന്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് കിടക്കാൻ പറ്റത്തില്ല, രാത്രിയിൽ 2 മണിക്ക് എന്നാ പൂച്ചക്കുഞ്ഞിൻ്റെ സൗണ്ട് കാരണം അവിടുത്തെ അമ്മുമ്മ എന്നെ കാലിരുന്ന് ചെരുപ്പെടുത്ത് എറിഞ്ഞ് ആ ഓടോയിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി ഗൈസ്. അവിടെ കുടുങ്ങി. അത്യാവശ്യം നല്ല കോമഡി ആയിരുന്നു. എന്നിട്ട് അതെടുക്കാതിരുന്നപ്പോൾ പരിശ്രമിക്കുമായിരുന്നു എല്ലാം കൂടെ. അങ്ങനെയൊക്കെ അവിടെ പൂച്ചക്കുഞ്ഞിൻ്റെ ഒക്കെ വിശേഷം. അതിപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ഇച്ചിരി പേടിയുണ്ട് ഗൈസ്. ഇപ്പം വലിയ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല. ഇപ്പം അടുത്തൊക്കെ ഉണ്ട് ഗൈസ്. ഇച്ചിരി ദൂരെയാണേ ഉള്ളൂ. ഇത് എൻ്റെ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട് ഗൈസ്. അവൻ കുറച്ച് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരെയാണ് ഗൈസ്. എന്നാലും പിന്നെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് പട്ടീനെയാണോ പൂച്ചേനെയാണോ ഏറ്റവും ഇഷ്ടമെന്ന് പറയണേ? ഞാൻ പറയുന്നത് എനിക്ക് പട്ടീനെ പൂച്ചേനെയും രണ്ടിനെയും ഇഷ്ടം ഗൈസ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരായാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളൊക്കെ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞ പൂച്ചേനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ വിചാരിക്കാം എന്നാൽ പട്ടി മതി, പട്ടി നല്ലതല്ലേ എന്ന്. പിന്നെ പട്ടി എന്ന് പറയുമ്പോൾ പൂച്ച നല്ല പാവമല്ലേ, ക്യൂട്ടല്ലേ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ. പിന്നെ നമ്മുടെ കുണ്ടി ഫാമിലി ഇല്ലേ ഗൈസ്, നമ്മുടെ വലിയ കുണ്ടി ചെറിയ കുണ്ടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെള്ളക്കുണ്ടീനെ ഗൈസ്. ഭയങ്കര ക്യൂട്ടാണ്. ഭയങ്കര ചെറുതാണ് ഗൈസ് വെള്ളക്കുണ്ടി, ഭയങ്കര ക്യൂട്ടും കൂടെ. പിന്നെ തടിയും കുണ്ടിയുണ്ട്, അത് വലിയ സുഖമില്ല. അത് എൻ്റെ സൗണ്ട് കേട്ടാൽ അതിന് മനസ്സിലാവും. ഞാനിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി വരും, എവിടെ നിന്നാണെങ്കിലും ഓടിച്ചാടി വരും. എൻ്റെ കൂടെ ഇച്ചിരി കൂടെ ആക്റ്റീവായിട്ട് കളിക്കുന്ന ചെറിയ കുണ്ടി ഗൈസ്. ചെറിയ കുണ്ടിക്ക് അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പക്ഷേ ഏറ്റവും ആദ്യം ജനിച്ചത് വലിയ കുണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ കുണ്ടി, അത് കഴിഞ്ഞിട്ട് ചെറിയ കുണ്ടി, അത് കഴിഞ്ഞിട്ടാണ് വെള്ളക്കുണ്ടി ഉണ്ടായത്. എന്താ ചെയ്യാൻ ഗൈസ്, കുണ്ടി ഫാമിലി ആയിപ്പോയി ഗൈസ്. നമ്മൾ ഇനി ലൈവും പോട്ടെ, വീഡിയോ നിർത്താൻ പോകും. നമ്മൾ ലൈവ് എടുക്കുമ്പോൾ വീഡിയോ എന്ന് എടുക്കും, വീഡിയോ എടുക്കുമ്പോൾ ലൈവ് എന്നും പറയും. എന്തുവാണോ ഇങ്ങനെ ഗൈസ്? ഞാൻ പോവാണേ. ബൈ. നമ്മൾ പോവാണേ. വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ടാറ്റ. ബൈ. ഗുഡ് ബൈ. സീ യു ടുമാറോ ഗൈസ്. ബൈ.